ഗൈസ് വെൽക്കം ബാക്ക് ടു മിനി വീഡിയോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളോട് ഇതുവരെ ഒരു വീഡിയോയിലും പറയാത്തൊരു കാര്യമാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ തറവാട്ട് പൊളിച്ചിട്ടിപ്പോൾ എല്ലാവരും ഇവിടെയാണ് തറവാട്ടിൽ. അതുപോലെ തറവാട്ടിൻ്റെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇപ്പോൾ കുറേ ആയി പണി, നിലം പണി വരെ എത്തി. ഇത്രയായിട്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും കാണിച്ചിരുന്നില്ല, ഒരു വീഡിയോ ഇട്ടിരുന്നില്ല. അപ്പോൾ ഇന്ന് അതിന് കുറച്ച് ടൈൽ പണിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ കൊട്ടത്താളം ഉണ്ടാക്കാനൊക്കെ ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അതിൻ്റെ മുന്നേ മിനിയേച്ചർ വീടിൻ്റെ വീഡിയോ നടാന്ന് പറഞ്ഞു. എന്നെക്കൊണ്ട് നടക്കൂല ഗൈസ്. കാരണം ഒന്നുമില്ല ഗൈസ്. ഞാൻ വീടുണ്ടാക്കുന്ന സ്ഥലത്ത് കുറേ ഞാൻ ഉണ്ടാക്കിട്ടോ ഗൈസ്. അതെ, അപ്പോൾ എന്താ ഉണ്ടായത് പറഞ്ഞാൽ അതുമ്മേ കുറേ ഏതൊക്കെ ആൾക്കാർ മുള കൊടുന്നിട്ടു. ബാക്കിൽ കണ്ടോ മുള? അത് കൊടുന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ടായിരുന്നു കേട്ടോ അതുണ്ടായിരുന്നു. മുള കൊടുന്നിട്ടപ്പോൾ അത് മുഴുവൻ നശിച്ചു. ഞാൻ ആദ്യം മുതൽ ഉണ്ടാക്കണം, എന്നെക്കൊണ്ട് കഴിയില്ല. പിന്നെ ഒരു കാര്യം വെച്ചാൽ സംസൈഡ് മൊത്തത്തോടൊക്കെ ഉള്ള പച്ച പുല്ല് അത് കണ്ടിട്ടല്ല നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങിയത്. അതൊക്കെ ഉണങ്ങിപ്പോയി. പിന്നെ എന്തുണ്ടാക്കാനാണ് നമ്മൾ. ഇപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ കയറിപ്പോയ ഒരു കേട്ടാണ്. പിന്നെ അങ്ങോട്ടുള്ള റോഡൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ കാണിച്ചതാണ്. ഇതാണ് റോഡ്. ഇത് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ എനിക്കറിയില്ല. എന്തായാലും ഇതുവരെ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളൂ. ഇതിൻ്റെ അപ്പുറത്തേക്ക് മണ്ണ് റോഡാണ്. ഇവിടെ ചുറ്റും കുന്നാണ്. ഞാൻ പറഞ്ഞ പോലെ ഇടിഞ്ഞു വീഴാനായ കുന്നുകളാണ്. ഇവിടെ 2-3 വീടുകളൊക്കെ ഉണ്ട്. നടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഫോൺ കുടുങ്ങുന്നത്. സോറി. അപ്പം എന്തായാലും ഇനി അവിടെ എത്തിയിട്ടാണ് കേസ്. എൻ്റെ അമ്മായിൻ്റെ കുട്ടികൾ വന്നിട്ടുണ്ട് 2 ആൾ. അവരെയും ഞാൻ കാണിച്ചു തരാട്ടെ കേസ്. ആ കാണുന്നതാണ് എൻ്റെ തറവാട്ടത്തോ. ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ടൈല് പണി. ആൾക്കാരൊക്കെ അവിടെ പണി എടുത്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവിടെ ഒരാൾ പണിയെടുക്കുന്നുണ്ട്. പിന്നെ അവിടെ ഉണ്ട്, ഇതാ ഇപ്പുറത്തും ഉണ്ട്. അപ്പോൾ ഇതാണ് നല്ല ഭംഗിയുള്ളൊരു വീട് തന്നെയാണ് കേട്ടോ. പിന്നെ ഇതാണ് ഉള്ളിൽ കയറുമ്പോൾ ഇവിടെ ലിവിനിങ് ആണ്. അത് തന്നെ ഇവിടെ ഇത് കബോർഡ്, അവിടെ ഫോൺ വെക്കാനുള്ള പോലത്തെ ഇത് സീരിയസാണ്. അപ്പോൾ ഇത് ജനൽ, ഇത് വാതിൽ. നിങ്ങൾക്ക് അറിയാം. പിന്നെ ഞാൻ എന്തിനാ പറയുന്നത്, അവിടെ ഒരു റിങ്ങും വെച്ചിട്ടുണ്ട്. പിന്നെ ആ സിറ്റ് ഔട്ട് കാണിച്ചാൽ മറന്നിട്ടത്. ആ സിറ്റ് ഔട്ട് പിന്നെ കയറിയ ഒരു വലിയ ഹാളാണ് കേട്ടോ ഉള്ളത്. കാണുന്നതാണ് ഹാള്. ഇതൊക്കെ നടന്നു പോകുന്നതൊക്കെ പണിക്കാരാട്ടോ. പിന്നെ ഇതാണ് കബോർഡാണ്. ഇവിടെ ഒരു കബോർഡുണ്ട്. പിന്നെ ഇത് കോണിയാണ് കേട്ടോ. കോണിൻ്റെ ഇപ്പുറത്തായിട്ടൊരു ബാത്റൂമുണ്ട്. ബാത്റൂമിൽ ഭയങ്കര ഇറിട്ടാണ്. നല്ല ടൈലുകളാണ് കേട്ടോ അവിടെ ഇട്ടിട്ടുള്ളത്. ഭംഗിയുള്ള വലിയ ടൈലുകളാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ കബോർഡ്. ഇത് വേറെ റൂമാണ്. പണിക്കാരുടെ സാധനങ്ങളൊക്കെയാണ് അവിടെ വെച്ചിട്ടുള്ളത്. ഇവിടെ 4 ജനലുകളാണ്. ഇതാണ് ടൈല് ചളിയായതുകൊണ്ട് നേരെ കാണില്ല. എന്നാലും അത്യാവശ്യം ഭംഗിയുള്ള ഒരു ടൈല് തന്നെയാണ്. ഇതാണ് ഇങ്ങനത്തെ സിംഗിൾ ജനലുകളാണ്. 4 എണ്ണമാണ് ഈ റൂമിലുള്ളത്. ഇതേപോലെ തന്നെ അപ്പുറത്തെ റൂമിലും 3 സിംഗിൾ ജനലുകളാണുള്ളത്. ഇത് കോണിൻ്റെ സൈഡത്തതാണ്. ഇവിടെ ടൈലൊക്കെ വെച്ചിട്ടുണ്ട്. പറഞ്ഞ പോലെ ഇവിടെ 3 എണ്ണമാണുള്ളത്. 3 സിംഗിൾ ജനലുകൾ. ഇവിടെ ബാത്റൂം ഉണ്ട് കേട്ടോ ഈ റൂമിൽ. ഈ ബാത്റൂമിൻ്റെ മുകളിൽ ആയിട്ട് കൂട് പോലെയുള്ള സെറ്റപ്പ് ഉണ്ട്. ഇവിടുത്തെ ടൈല് വലുതാണ്, നല്ല ഭംഗിയുള്ള. അത് ഞാൻ നേരെ കാണിച്ചു തരാം കേട്ടോ. കൂട് അത്യാവശ്യം വലിപ്പമുള്ള ടൈലാട്ടോ. ഇത് മുതൽ ഞങ്ങൾക്ക് എങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്കറിയില്ല. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ടൈലുകളാണ് കേട്ടോ. പിന്നെ ഗൈസ്, ഈ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത് ഒരു കാട്ടിൽ നിന്നിട്ടാണ്. ഇവിടെ മൃഗങ്ങളുടെ സൗണ്ടൊക്കെ ഉണ്ടാവും. പിന്നെ ഇത് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം. അങ്ങനെ പറയാൻ നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. ഇവിടെ ഇങ്ങനത്തെ വലിയ 2 ജനലുകളാണ് ഇട്ടുള്ളത്. ഇതാണ് ഞാൻ പറഞ്ഞ കൂടുപോലുള്ള സെറ്റപ്പ്. അത് ഉള്ളിലേക്ക് നല്ല ഉണ്ട്. പുറത്തുനിന്ന് കണ്ടാൽ മനസ്സിലാവില്ല, പക്ഷെ ഉള്ളിലേക്ക് നല്ല ഉണ്ട് കേട്ടോ. ഉണ്ടോ? ഉള്ളിലേക്ക് ഇനിയുണ്ട്. ബാത്റൂമിൻ്റെ അത്ര വലുപ്പത്തിൽ ഉണ്ട് ഉള്ളിലേക്ക്. ഇവിടെ ഇരുട്ടാണ്, കാണൂല. ഇവിടെയും വലിയ ടൈലുകൾ തന്നെ കേട്ടോ.
എൻ്റെ പ്രതിബിംബം അതാ ടൈലിൽ കാണുന്നുണ്ട് കേട്ടോ വീഡിയോ എടുക്കുന്നത്. ഇവിടെയൊക്കെ കുന്നുകളാട്ടോ, ഞാൻ പറഞ്ഞ പോലെ ഇടിഞ്ഞിരിക്കാനായ കുന്നുള്ള പ്രദേശത്താണ് ഞങ്ങൾക്ക് ഉള്ളത്. അത് അവിടെയാണ് ടാങ്കൊക്കെ ഇപ്പോൾ വെച്ചിട്ടുള്ളത്. ഇനി ഇത് വടിക്കണിയാണ് അടുക്കള. അങ്ങോട്ട് പോകാൻ പറ്റില്ല, കാരണം അവിടെ ഇപ്പോൾ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ വയറും കാര്യങ്ങളുണ്ട്, അപ്പോൾ പണിക്കാരങ്ങോട്ട് പോകാൻ നിൽക്കില്ല. പിന്നെ ഇത് കോണി മുകളിൽ നിരകളൊന്നുമില്ല, മുകളിൽ പ്ലെയിനായിട്ട് കിടക്കുന്ന ഏരിയയാണ്. അപ്പോൾ അങ്ങോട്ട് കയറാൻ നിൽക്കില്ല, കാരണം ഇതുമ്മത്തെ ഗ്രാനൈറ്റ് ഇട്ടിട്ട് ആയിട്ടുള്ളൂ. ഞാൻ പറഞ്ഞിരുന്നു അവസാനം അമ്മായിൻ്റെ കുട്ടികളെ കാണിക്കാമെന്ന്. അപ്പോൾ ഇതാണ് എൻ്റെ അമ്മായിൻ്റെ കുട്ടികൾ. ഇത് ആദ്യത്തെ തൊട്ടി, രണ്ടാമത്തെ തൊട്ടി, മൂന്നാമത്തെ ഒരു പെൺകുട്ടി. വോയിസ് റെക്കോർഡ് ചെയ്യുന്നത് ഒരു കാട്ടിലാന്ന് പറഞ്ഞത്, ആ കാടാണ് ഈ കാണുന്നത്. പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അപ്പുറത്താണ് എൻ്റെ വീടുള്ളത്, എൻ്റെ തറവാടുള്ളത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രം മറക്കരുത്. സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ.